18 വയസ്സ് പ്രായമേ ആയിട്ടുള്ള ഇപ്പം തന്നെ ചിന്തിക്കാൻ തുടങ്ങി തനിക്ക് ഇനി ഉറക്കം ലഭിക്കില്ലേ എന്നുള്ള ആകുല ചിന്തകളുണ്ട്. പഠിക്കുന്ന കുട്ടിയാണ്, നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷേ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഉറക്കം കിട്ടുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ കാര്യമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ല. എന്നാൽ മറിച്ച് കുട്ടീനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഉറക്കം കിട്ടുന്നില്ല. ഞാൻ ഡയഗ്നോസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉറക്കമില്ലായ്മ എന്ന് പറഞ്ഞ രോഗത്തിന് അടിപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണെന്നുള്ളതാണ്. ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവർ ചിന്തിക്കുന്നത് എന്താണ്, ഉറക്കം ഇനി തീരെ ലഭിക്കില്ലേ, ഉറക്കം ഇനി പഴയ പോലെ ഒന്നും കിട്ടാൻ സാധ്യതയില്ല, ഇനി ഗുളിക കഴിക്കേണ്ടി വരും, അതുപോലെ തന്നെ ഇന്ന് കിടന്നാലും ഉറക്കം ലഭിക്കില്ലേ, തൻ്റെ ഉറക്കമെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള ആകുല ചിന്തകൾ കൊണ്ട് പൊറുതിമുട്ടുന്നവരാണ്. ചുരുക്കി പറഞ്ഞാൽ ആങ്സൈറ്റി കൂടി ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പം പെൺകുട്ടിയാണ്, പക്ഷേ അതോടൊപ്പം തന്നെ നല്ല മാർക്ക് ലഭിക്കണമെന്നുള്ള ആങ്സൈറ്റി പൊതുവേ ഈ പെൺകുട്ടിക്കുണ്ട്. അതൊരു വശം. അതോടൊപ്പം തന്നെ ഉറക്കത്തെക്കുറിച്ചുള്ള മറ്റു തരത്തിലുള്ള തെറ്റായ ചില ബോധ്യങ്ങളും എല്ലാം കൂടി കടന്നു വന്നപ്പോഴാണ് ഇപ്പോൾ ഈ കുട്ടിക്ക് തീർച്ചയായിട്ടും ഉറക്കം ലഭിക്കാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ, ഞാൻ സൈക്കോതെറാപ്പിയൊക്കെ കൊടുത്ത് ഈ പെൺകുട്ടിയെ ചിന്തകളിലൊക്കെ മാറ്റം വരുത്തി, ബിലീഫുകളിലൊക്കെ തന്നെ മാറ്റം വരുത്തി, ഉറക്കത്തെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റം വരുത്തി കൊടുത്തു വിട്ടപ്പോൾ പെൺകുട്ടി തീർച്ചയായിട്ടും പഴയ പോലെ തന്നെ ഉറങ്ങാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് പിന്നത്തെ ഒരു കൗൺസിലിങ്ങിലൂടെ അവർ റിപ്പോർട്ട് ചെയ്ത കാര്യം എന്നുള്ളതാണ്. ഫ്രണ്ട്സ്, നമ്മൾ ഉറക്കത്തെക്കുറിച്ച് ഉറക്കം നേച്ചുറലായിട്ട് ലഭിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സാധാരണ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭങ്ങളിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ എല്ലാം തന്നെ ഒഴിവാക്കുക. പ്രത്യേകിച്ച് ഉറക്കം ലഭിക്കുമോ, ഉറക്കം ഇനി നഷ്ടപ്പെടുമോ, അങ്ങനെ ആ ഉറക്കത്തെ സംബന്ധിച്ച് ഒരുപാട് ആകുല ചിന്തകൾ വെച്ചു പുലർത്തുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്. ഉറക്കം എന്ന് പറയുന്നത് നേച്ചുറലായിട്ട് ലഭിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് പ്രത്യേകിച്ച് കൃത്രിമമായിട്ട് ഒന്നും തന്നെ ചെയ്യാതെ തന്നെത്താൻ വന്നോളും. പക്ഷേ ഇവിടെ അമിതമായിട്ടുള്ള ഉത്കണ്ഠ ഉറക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടന്നു വരുമ്പോഴാണ് തീർച്ചയായിട്ടും ഉറക്കത്തെ ബാധിക്കുന്നുള്ളത്. ഫ്രണ്ട്സ്, എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്